ഹലോ ഓൾ. സോ ലാബ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാം വരാൻ പോവാണല്ലേ. ഇപ്പോൾ June 21 ആണ് ഡേറ്റ് വരുന്നത് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാം. അപ്പം എന്താണ്, പ്രിലിംസ് എക്സാം പാസ്സായിട്ട് ഉള്ളവരെല്ലാവരും ഇപ്പോൾ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എത്ര ദിവസമാണ് മുമ്പിലുള്ളത്? ഇനി ഒരു 25 ദിവസം കൂടിയാണ് മുമ്പിലുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു 25 ദിവസം എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇനി ഇപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ, അപ്പോൾ അത് പ്രിലിംസിലേക്ക് വരുമ്പോൾ നിങ്ങളതിൽ ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള സിലബസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. മെയിൻസിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ ഇംഗ്ലീഷ് മലയാളം വരും അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് മലയാളം കൂടെ ആഡ് ഓൺ ആവുമ്പോൾ അതിന് എത്ര ടൈം കൂടെ ഇനി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ടൈം കൂടെ നിങ്ങൾക്ക് ഇനി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ തന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രിലിംസിന് പഠിച്ചതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് മെയിൻസിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇനി നമ്മുടെ മുമ്പിലുള്ളത് 25 ദിവസങ്ങളും കൂടിയാണ്. അപ്പോൾ ഈ 25 ദിവസം എത്രത്തോളം എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി അടുത്ത 25 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ പോലെ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, എഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എക്സാം എന്നാണ്, June 21 വരുന്നത് അല്ലേ. June 21 ലാബ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാം വരുന്നത്. അപ്പം 25 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു റിവിഷനാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ കവർ ചെയ്തിട്ടുള്ള സിലബസിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ കൊടുക്കുക. റിവിഷൻ നല്ലപോലെ എഫക്റ്റീവ് ആയിരിക്കണം. അതായത് എത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ, കീവേഡ്സ് ഉപയോഗിച്ചിട്ടോ കോഡ്സ് ഉപയോഗിച്ചിട്ടോ, ഓക്കെ, ഏതൊരു രീതിയിലാണോ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഓർത്തിരിക്കാൻ പറ്റുക ആ ഒരു രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിവിഷൻ കൊടുക്കുക. വെറുതെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് വായിച്ചു പോകാതെ കറക്റ്റായിട്ട് റിവിഷൻ എന്ന് പറഞ്ഞാൽ പക്ക റിവിഷൻ, അതായത് പിന്നെ എന്താണ് ആ ഒരു ടോപ്പിക്കിലേക്ക് വീണ്ടും പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അത്ര ക്ലിയർ ആയിട്ട് തന്നെ റിവൈസ് ചെയ്ത് പോവുക, പക്കയായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അതുപോലെ സെലക്റ്റഡ് ടോപ്പിക്സ് മാത്രമാണ് ഇനി നോക്കാനുള്ള ടൈം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് സിലബസിലേക്ക് ഫുള്ളായിട്ട് പോകാതെ, ഇപ്പോൾ നിങ്ങൾ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫ്ലോ ചാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഫ്ലോ ചാർട്ട് പോലെ മെയിൻ ടോപ്പിക്കും എഗെയിൻ അതിനെ സബ് ടോപ്പിക്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ള പക്ക നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, ആ ഒരു ഫ്ലോ ചാർട്ടുകളൊക്കെ ഒന്ന് നോക്കി പോവുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആ കോഡുകൾ ഒന്നുകൂടി ഒന്ന് ഓർക്കുക. ഓക്കെ, എന്തൊക്കെ കോഡുകളാണ് ഓരോ കാര്യത്തിനെന്നുള്ളത്. ചിലപ്പോൾ കോഡുകളൊക്കെ മറന്നു പോകുമല്ലോ. അപ്പോൾ കോഡുകൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഏത് ടോപ്പിക്സിനാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളതെന്നൊക്കെ കോഡുകൾ ഒന്നുകൂടി ഒന്ന് ഓർക്കുക. ഓക്കെ, കോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാവുന്ന രീതികളൊക്കെ ഒന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ സെലക്റ്റഡ് ടോപ്പിക്സ് മാത്രം. ഇനിയിപ്പോൾ കംപ്ലീറ്റ് സിലബസിലേക്ക് പോകരുത്, അതിൽ തന്നെ സെലക്റ്റഡ് ടോപ്പിക്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടോപ്പിക്സ് സെലക്ട് ചെയ്യാൻ പറ്റുക? ഫ്രം PYQs നോക്കുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രിലിംസ് പാസ്സായവരാണ്, അതുകൊണ്ട് എന്താണ് PYQs ചോദിക്കുക എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ ഉള്ളവരായിരിക്കുമല്ലോ നിങ്ങൾ എന്തായാലും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് PYQs ചോദിച്ചിട്ടുള്ളത്, ഏത് ഏരിയാസിനാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത ശേഷം ആ ഒരു സ്ട്രെസ് ചെയ്യേണ്ട ഏരിയ മാത്രം, അല്ലെങ്കിൽ ആ ഒരു സെലക്റ്റഡ് ടോപ്പിക്സ് മാത്രം ഇനി നോക്കാനുള്ള സമയമാണ് നമ്മുടെ മുമ്പിലുള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടും സ്ട്രെസ് കൊടുക്കേണ്ട ഏരിയാസ് നോക്കുക, കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ്. ഇപ്പം ഒരുമാതിരി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണ് മുമ്പിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ LDCയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഉണ്ട് അല്ലേ, COൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും ഏതൊരു ഏരിയ എന്നാണ് ഇനി വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ അത്യാവശ്യം എക്സാംസ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ക്വസ്റ്റ്യൻ ഇനി ഏത് ഏരിയയിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഇനി ഏത് ഓപ്ഷനിൽ നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും PYQ അനാലിസിസ് ചെയ്താൽ. അപ്പോൾ അത്തരത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും നോക്കി പഠിക്കുക. അതൊരു കാരണവശാലും മാർക്ക് പോകാത്ത രീതിയിൽ മാർക്ക് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരു എന്താണ് പുതിയതായിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ വരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതിൽ തന്നെ 2024 നിർബന്ധമായിട്ടും 2024 കറണ്ട് അഫയേഴ്സ് എന്തായാലും അറിഞ്ഞിരിക്കുക. അതുപോലെ 2025 അറ്റ്ലീസ്റ്റ് ഒരു മാർച്ച് വരെ ഉള്ളത് കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിലുള്ള ഓരോ കാര്യങ്ങളും എന്താണ്, ഇപ്പം നൊബേൽ പ്രൈസ് പോലെയുള്ളത് അല്ലേ, അപ്പോൾ അങ്ങനെ പ്രൈസസ് വരുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ എന്തായാലും എക്സാമിന് ചോദിക്കും എന്നുള്ള ഉറപ്പുള്ള ഒരു ഏരിയ മിസ് ഔട്ട് ചെയ്യാതെ നോക്കുക. ഓക്കെ,
അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റുന്നത് കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ മാത്സും ഇംഗ്ലീഷും വെയിറ്റേജ് മാർക്ക് നിങ്ങൾക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കിൽ വെയിറ്റേജ് ഏറ്റവും കൂടുതൽ കാണുന്ന സബ്ജക്ട്സ് ആണ് കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്. അപ്പോൾ ഈ ഒരു 3 സബ്ജക്ട്സിൻ്റെ മാർക്ക് കളയരുത്. മാക്സിമം മാർക്ക് ഇവിടെ നിന്ന് നിങ്ങൾ സ്കോർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സിൽ ഇത്തിരി കുറഞ്ഞാലും നമുക്ക് കട്ട് ഓഫിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ കറണ്ട് അഫയേഴ്സും മാത്സും ഇംഗ്ലീഷും ഡെയിലി പ്രാക്ടീസ്. ഓക്കെ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും വെച്ചിട്ട് നിങ്ങൾ PYQന്നോ അല്ലെങ്കിൽ മറ്റ് മോക്ക് ടെസ്റ്റുകളോ അല്ലെങ്കിൽ തൊഴിൽ വാർത്തയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസോ അങ്ങനെ എവിടെ നിന്നെങ്കിലും ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഡെയിലി വർക്കൗട്ട് മാത്സിന് കൊടുക്കുക. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിനും. ഇംഗ്ലീഷ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്ഥിരമായിട്ട് വരുന്ന അതേ സിലബസ് തന്നെയാണ്. എല്ലാ എക്സാംസിനും സെയിം സിലബസ് ആണ്. ഇതിൽ നിന്നും വരുന്ന എക്സാമ്പിൾസിലും കാര്യങ്ങളിലൊക്കെയാണ് മാറ്റം വരിക. അപ്പോൾ ഈ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ ചാൻസ് എന്നുള്ളത് എക്സ്പെക്ട് ചെയ്ത് തന്നെ പഠിക്കുക. അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉള്ളത് വൊക്കാബുലറിയാണ്. അപ്പോൾ വൊക്കാബുലറി മാക്സിമം നിങ്ങൾ സിനോണിംസും ആൻറ്റോണിംസും പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ള കാര്യങ്ങളാണ് സിനോണിംസ്, ആൻറ്റോണിംസ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഗ്രാമർ പോർഷനും മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ തന്നെ നോക്കുക. ഓക്കെ, നിങ്ങളെ വായിച്ചിട്ട് കാര്യമില്ല. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിനെ വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്തി തന്നെ ആൻസർ കണ്ടുപിടിച്ച് തന്നെ വർക്കൗട്ട് ചെയ്ത് പോവുക. അതിന് നിങ്ങൾക്ക് PYQസിൻ്റെ സഹായം ഉപയോഗിക്കാം. ഇനി മലയാളം ആയാലും ഇതേപോലെ തന്നെ PYQs ആണ് മലയാളത്തിന് ഏറ്റവും നല്ലത്. അതിനൊരു ബുക്കിലേക്കൊക്കെ പോകണേക്കാൾ നല്ലത് എപ്പോഴും PYQs നോക്കുക എന്നുള്ളതാണ്. ദെൻ സയൻസിനാണെങ്കിലും SCRTയുടെ ഒരു റിവിഷൻ നടത്തുക. SCRT നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സോ അതിനെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈം ഉപയോഗിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു 25 ഡേയ്സിൽ ചെയ്യുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കുക. അപ്പോൾ മറ്റുള്ള സ്റ്റാറ്റിക് ടോപ്പിക്സിലേക്കൊക്കെ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി മാർക്ക് എങ്ങനെ കൂടുതൽ മേടിക്കാം, ഓക്കെ, എങ്ങനെ കൂടുതൽ മാർക്കിലേക്ക് എത്താം എന്നുള്ളതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ സബ്ജക്ട്സ് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി 1 PYQ ഡെയിലി. ഒരു PYQ അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും ഒരു ദിവസം ആൻസർ ചെയ്യുക. നിർബന്ധമായിട്ടും ആൻസർ ചെയ്യുക. അത് ആൻസർ ചെയ്യേണ്ടത് ടൈം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് തന്നെ ചെയ്യുക. നിങ്ങൾ എക്സാം ഹാളിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ടൈമാണോ ഉള്ളത് ആ ഒരു ടൈം നിങ്ങൾ സ്റ്റോപ്പ് വാച്ചിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത ശേഷം എഴുതാനായിട്ട് നോക്കുക. ഒരു OMR എടുത്ത് വെച്ചിട്ട് OMRൽ തന്നെ ഫില്ല് ചെയ്യുക. ഓക്കെ, എന്നാലാണ് നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടോ, കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എവിടെയാണ് ടൈം പോകുന്നത്, ഏത് ക്വസ്റ്റ്യൻസിനാണ് ടൈം പോകുന്നത്. അപ്പോൾ എക്സാമിന് ഏറ്റവും മുമ്പ് നിങ്ങൾക്ക് വേണ്ടത് പ്രാക്ടീസാണ്. പ്രാക്ടീസ് ഓൺ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമോ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എല്ലാം പഠിച്ചിട്ടാവണം എന്നില്ല നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്. ചില കാര്യങ്ങളൊക്കെ ചില ഹിൻറ്റൊക്കെ വർക്കൗട്ട് ആവും, ചില ഗസ് വർക്കുകൾ വർക്കൗട്ട് ആവും, ചില സ്ട്രാറ്റജി വർക്കൗട്ട് ആവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടത് പ്രാക്ടീസാണ്. ഓക്കെ, സോ പ്രാക്ടീസ് മാക്സിമം കൊടുക്കുക. ഈ ഒരു 25 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ 25 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാനുള്ള ടൈമുണ്ട്. 25 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്താൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ആൻസർ ചെയ്യാനും ടൈം കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ആൻസർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 25 ഡേയ്സ് ഒരു ദിവസം ഒരു PYQ വെച്ച് നിർബന്ധമായിട്ടും ചെയ്യാം. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് പ്രിലിംസിന് ഉണ്ടായിരുന്നില്ല. സോ ഇവിടെ മെയിൻസിലേക്ക് വരുമ്പോഴാണ് അത് പഠിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഒന്നും തീരെ പഠിക്കാത്തവരാണെങ്കിൽ, ഇതുവരെ ഇംഗ്ലീഷും മലയാളത്തിനും ടൈം തീരെ കൊടുക്കാത്തവരാണെങ്കിൽ സ്പെഷ്യലായിട്ട് കൊടുക്കുക. ഓക്കെ, PYQs നോക്കിയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത ശേഷം സിലബസിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, മലയാളമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുള്ളൂ. പിന്നെ പാറ്റേണിൽ ചേഞ്ച് വരാൻ ചാൻസ് ഇല്ല. പിന്നെ വരുന്നത് എക്സ്ട്രാ എക്സാമ്പിൾസ്. ഇപ്പം ഈ ഒരു എക്സാമിന് ഒരു ശൈലി ചോദിച്ചെങ്കിൽ അടുത്ത എക്സാമിന് വേറൊരു ശൈലി ആയിരിക്കും, എന്നുള്ള ഡിഫറൻസേ വരുള്ളൂ അല്ലേ. അപ്പം മലയാളം ആണെങ്കിൽ ഇതുപോലെ തന്നെ PYQs മാക്സിമം നോക്കുക എന്ന് പറയുന്നത് തന്നെയാണ് എഫക്റ്റീവ്. സോ കറണ്ട് അഫയേഴ്സിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 20 മാർക്കാണുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 12 മാർക്ക് വരെയെങ്കിലും എത്തിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഒരു 12 മാർക്ക് വരെയെങ്കിലും കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് എത്തിച്ചാൽ ബാക്കിയുള്ളതിൻ്റെ കാര്യം കൂടെ നിങ്ങൾ പഠിച്ചതും കൂടെ ആഡ് ഓൺ ആകുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പം കറണ്ട് അഫയേഴ്സിൽ ഇനി നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന, റിവൈസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് നോക്കുക. അവരുടെ ടോപ്പിക്ക് ഏത് സബ്ജക്റ്റിനാണ് അവർക്ക് കിട്ടിയതെന്നും എന്താണ് കിട്ടിയതെന്നുള്ളത് നോക്കുക. ഇനി ഓസ്കാർ പ്രൈസസ്, ദെൻ പത്മ അവാർഡ്സ്, ദെൻ കേരള അവാർഡ്സ്,
അപ്പോയിൻമെൻറ്റ്സ്, പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾ നോക്കുക. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട്, RBI ഗവർണർ മാറിയിട്ടുണ്ട്, മണിപ്പൂർ ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പുതിയ പുതിയ അപ്പോയിൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോയിൻമെൻറ്റുകളെല്ലാം നോക്കി വയ്ക്കുക, പുതിയതായിട്ട് വന്നത് ആരാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അതുപോലെ വിസിറ്റ്സ്, ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്തവർ, ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തവർ. ഓക്കെ, ഇപ്പം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള റിപ്പബ്ലിക് ഡേക്ക് വന്നിട്ടുള്ള വിസിറ്റ് കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പം വിസിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള വിസിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി ഇസ്രോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഡിഫൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, INS ഓരോ ഷിപ്പുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഇത്തരം കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള മാർക്ക് മാക്സിമം കളയാതെ നോക്കുക. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സും തീംസും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഡേയും അതിൻ്റെ തീമൊക്കെ ചോദിച്ചിരുന്നു റീസെൻ്റ് ആയിട്ട്. സോ ഇതുപോലെ ഓരോ ഡേയ്സ് നോക്കുക. ഓക്കെ, ആ ഓരോ ഡേയ്സിനും എന്താണ് തീം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. കാരണം ഓപ്ഷൻസ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഏകദേശം ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആയിരിക്കുമല്ലോ. അപ്പം ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി കുത്തി ആൻസറിലേക്ക് എത്താൻ പറ്റില്ല, അതുപോലെ തീമൊക്കെ വരുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് ഏത് തീമാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ദെൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വിത്തിൻ ഇന്ത്യ ആയാലും ഔട്ട്സൈഡ് ഇന്ത്യ ആയാലും നടന്നിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പേരുകൾ. ഓക്കെ, ഓരോ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ അതിൻ്റെ പേരുകൾ കൊടുക്കുന്നത് പല രാജ്യങ്ങളാണല്ലോ. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ചുഴലിക്കാറ്റുകളാണെങ്കിൽ, സൈക്ലോൺസ് ആണെങ്കിൽ, ഇതിനൊക്കെ ഏത് രാജ്യം കൊടുത്ത പേരെന്താണ്, ഏത് രാജ്യം കൊടുത്ത പേരാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇന്ത്യ പോയിട്ടുണ്ടോ, ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ, അവിടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ നടന്നിട്ടുണ്ടോ, അതിൻ്റെ പേരെന്താണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളെല്ലാം കറണ്ട് അഫയേഴ്സിൽ നിർബന്ധമായിട്ടും കവർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇത്ര ഏരിയ കവർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു 12 മാർക്കെങ്കിലും എത്തിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സെറ്റ് ആയിക്കോളും. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മാത്സിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഡെയിലി പ്രാക്ടീസ് കൊടുക്കുക. ബാക്കിയുള്ളത് PYQസിൽ നിന്നും പ്രാക്ടീസ് എടുക്കുക. ഓക്കെ ആണോ? സോ പിന്നെന്താ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ PYQ അനാലിസിസ് നടത്തുമ്പോൾ തന്നെ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സ്പെഷ്യലി കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ലെവലിലേക്കൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കുക, ഏത് ഏരിയാസിൽ നിന്നാണ് കാണുക. ആദ്യമൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതുകൊണ്ട് ഒരു AI റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ വരുന്നുണ്ട്. ഡിജിറ്റൽ സ്പേസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കമ്പ്യൂട്ടറിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അഡ്വാൻസ് ലെവൽ ആയി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു ലെവലിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ കമ്പ്യൂട്ടറിനായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു എക്സാമിനുള്ള അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട്, കട്ട് ഓഫ് കടക്കാനുള്ളൊരു മാർക്കിലേക്ക് ഇത് നിങ്ങൾക്ക് എത്താം. ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് റാങ്ക് ഉറപ്പിക്കാൻ ചെയ്യേണ്ടത് റിവിഷൻ. ഓക്കെ, പക്ക റിവിഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കട്ട് ഓഫിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇനി റാങ്ക് ഉറപ്പിക്കാൻ ചെയ്യേണ്ടത് പ്രോപ്പർ റിവിഷൻ. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ. ഈ റിവിഷനും പ്ലസ് ഇത്തരം കാര്യങ്ങളും കൂടെ ആഡ് ഓൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നല്ലൊരു അവസരമാണ്. കാരണം അതിന് പ്രൊമോഷൻ സാധ്യതകൾ ഒരുപാടുള്ള ഒരു അവസരമാണ്. ഹയർ സെക്കൻഡറി ടീച്ചർ വരെ ആവാനുള്ള ഒരു അവസരമുള്ള ഒരു പോസ്റ്റാണ് ലാബ് അസിസ്റ്റൻറ്റ്. 10th ലെവൽ എക്സാം ആയാൽ പോലും അതിന് നിങ്ങൾക്ക് PG ഹോൾഡർ ആണെങ്കിൽ അതിന് ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം മാക്സിമം മിസ്സാക്കാതിരിക്കുക. ഓക്കെ, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു അവസരം ഉപയോഗിക്കുക. റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഈ ഒരു 25 ഡേയ്സ്. ഓക്കെ, ഈ ഒരു 25 ഡേയ്സ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ, ഈ ഒരു 25 ഡേയ്സിലേക്ക് മാക്സിമം നിങ്ങളെ തന്നെ പുഷ് ചെയ്യുക. ഓക്കെ, പുഷ് ചെയ്ത് കുറച്ച് സമയമൊക്കെ ഇതിന് വേണ്ടി തന്നെ ഇരിക്കുക. ഓക്കെ, ഇരുന്നിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനുള്ളൊരു പരിശ്രമം മാക്സിമം തകൃതിയായിട്ട് തന്നെ നടന്നോട്ടെ. ഓക്കെ, അപ്പം മിനിറ്റിൽ നമുക്ക് ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് അടങ്ങുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് എക്സാംസിൻ്റെ എല്ലാം ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി വരുന്ന എല്ലാ PSC എക്സാംസിൻ്റെയും കോച്ചിങ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള മറ്റൊരു സെഷൻ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്